എന്തുകൊണ്ട് നിങ്ങൾ ഈ ശാശ്വതമായ നിത്യം നിലനിൽക്കുന്ന ശിക്ഷ ആസ്വദിക്കണം? നിങ്ങളെ പേരിൽ ഞാൻ ദുൽമ ചെയ്തതൊന്നുമല്ല, നിങ്ങളെ പേരിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളറിയാത്തത് കെട്ടിവെച്ചതൊന്നുമല്ല. നിങ്ങൾ ചെയ്യാത്ത കുറ്റം നിങ്ങളുടെ മേൽ എന്തെങ്കിലും നിലക്കൊന്ന് പറഞ്ഞുണ്ടാക്കി നിങ്ങളെ നരകത്തിൽ നിറക്കണം എന്ന് എനിക്ക് ദുശാഠ്യമൊന്നുമില്ല. ബിമാ കുന്തും തഅമലൂൻ. കണ്ടോ, വീണ്ടും പറഞ്ഞു. ആദ്യം പറഞ്ഞതിൻ്റെ മറ്റൊരു വാചകത്തിലൂടെ അതേ കാര്യം വീണ്ടും പറഞ്ഞു. ബിമാ കുന്തും, നിങ്ങളായത് കാരണത്താൽ, അനല്ല നിങ്ങളായിത്തീർന്നത് കാരണത്താൽ, തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന, നിങ്ങൾ ചെയ്ത ചെയ്തികൾ, നിങ്ങൾ ചെയ്ത അമലുകൾ കാരണത്താൽ ശാശ്വതമായ നരകശിക്ഷ നിങ്ങൾ അനുഭവിച്ചോളിൻ എന്ന് അവരോട് പറയപ്പെടും. സുബ്ഹാനല്ലാഹ്. വളരെ ഗൗരവത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നിത്യജീവിതത്തിൽ അത് ഏറെ ഓർക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഓരോ കാര്യങ്ങളും എന്താണ് ഇപ്പോൾ അല്ലാഹു തആല പറഞ്ഞത്? ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ മറന്നു കളഞ്ഞതുകൊണ്ട് അതിൻ്റെ ശിക്ഷ നിങ്ങൾ എന്ത് ചെയ്തോളിൻ? ആസ്വദിച്ചു കൊള്ളുവീൻ. നിശ്ചയമായും നിങ്ങളെ നാം എന്ത് ചെയ്തിരിക്കുകയാണ്? വിസ്മരിച്ചിരിക്കുകയാണ്. നിങ്ങളെ ഞാനും മറന്നു കളഞ്ഞിരിക്കുകയാണ് എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, അതേപോലെ തന്നെ മുഫസ്സിരീങ്ങളെല്ലാവരും പറഞ്ഞ ആശയങ്ങളിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞതെന്താണ്? നിങ്ങൾ ആകയാൽ നിങ്ങൾ ദൂഖു, ആസ്വദിച്ചു കൊള്ളുവീൻ. അതിൽ തന്നെ ഒരു തൗബീഖ് ഉണ്ട്. അവരെ നിന്ദിക്കുക, അവരെ ഏറ്റവും വേദന ഇരട്ടിയാക്കലൊക്കെ ആ പ്രയോഗത്തിൽ പോലുണ്ട്. കാരണം നരകവാസികളോടുള്ള സംസാരം പോലും ശിക്ഷയാണ്. നരകവാസികൾ അവിടെ കേൾക്കുന്നത് പോലും അവർക്ക് എന്താണ്? ശിക്ഷയാണ്. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ? സ്വർഗവാസികൾ എന്ത് കേൾക്കുന്നതും അവർക്ക് അവിടെ സുഖമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് എന്ത് പറഞ്ഞത്? ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ. അവരുടെ സമാധാനവും ശാന്തിയും സന്തോഷവും ആനന്ദവും ഒക്കെ വർദ്ധിപ്പിക്കുന്ന സംസാരങ്ങളുടെ ലോകമാണ് സ്വർഗമെങ്കിൽ, ഇവിടെ കേണപേക്ഷിച്ചാലും പൊട്ടിക്കരഞ്ഞാലും വിലപിച്ചാലും ആർത്തട്ടഹസിച്ചാലും അവരോടൊന്നും ഒരലിവും തോന്നുന്ന ലോകമല്ല നരകം. വീണ്ടും വീണ്ടും അവർക്ക് കിട്ടുന്ന വാക്കുകൾ പോലും, അവരുടെ നേരെ ഉണ്ടാകുന്ന നോട്ടം പോലും എല്ലാം അവർക്ക് കഠിനമായ എന്തായിട്ടാവും അനുഭവപ്പെടുക? ശിക്ഷയായിട്ടായിരിക്കും. അതാണ് ഇവിടെ മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞതെന്ത്? ആ പ്രയോഗത്തിൽ തന്നെ എന്തടങ്ങിയിട്ടുണ്ട്? ഏത് സ്വരം അടങ്ങിയിട്ടുണ്ട്? കണ്ടോ, അലാ സബീലി തഖ്രീഇ വത്തൗബീഖി എന്നാണ് അല്ലാഹു തആല പറയുന്നത്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തഫ്സീർ കൊടുത്തിടത്ത് പ്രത്യേകം ആ കാര്യം എടുത്തു പറഞ്ഞു. ഏതാണ്ട് എല്ലാ തഫ്സീറുകളിലും ആ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. അത് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്താണെന്നറിയോ? നമ്മൾ ദുനിയാവിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, കഷ്ടപ്പാടുകൾ, ഇതൊക്കെ തീരുന്നൊരു ലോകമാണ് പരലോകം. ആർക്ക്? മുഅ്മിനീങ്ങൾക്ക്. അതേ അവസരത്തിൽ മുഅ്മിനീങ്ങൾ ഇവിടെ ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അവരൊരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെയൊക്കെ എതിര് വശത്ത് അവരുടെ ദുഃഖം ഇരട്ടിപ്പിക്കുന്ന നിലക്ക്, അവരുടെ പ്രയാസത്തെ കൂടുതൽ കൂടുതൽ അധികരിപ്പിക്കുന്ന നിലക്ക് ശത്രു ഇവിടെ വല്ലാതെ അവൻ്റെ ചിരി തോണ്ടുന്ന നിലക്ക് അവനെ വിഷമിപ്പിക്കുന്നുണ്ട്, പ്രയാസപ്പെടുത്തുന്നുണ്ട്. ഇതിനും പരലോകത്തൊരു ശിക്ഷ വരാൻ പോകുന്നുണ്ട്. ഇതിനൊക്കെ തിരിച്ചടി കിട്ടാതെ റബ്ബിൻ്റെ കോടതിയിൽ, അതാ നീതിയുടെ ലോകം എന്ന് പറയുന്നത്. അവിടെ കേവലം നരകത്തിലിട്ട് ശിക്ഷിക്കൽ മാത്രമല്ല, വാക്കുകൊണ്ട് നോവിച്ചവർക്ക്, വാക്കുകൊണ്ട് വേദനിപ്പിച്ചവർക്ക് വാക്കുകളെ കൊണ്ടുള്ള വേദനിപ്പിക്കലും അവർ അനുഭവിക്കേണ്ടി വരും. നരകത്തിയിൽ ഇട്ട് കഴിയുമ്പോൾ അവരോട് സഹതാപത്തിൻ്റെ, വിലാപത്തിൻ്റെ, അട്ടഹാസത്തിൻ്റെ ശബ്ദങ്ങൾ അവരിൽ നിന്ന് ഉയരുമ്പോൾ പോലും പറയുന്നത് എന്താ? ആസ്വദിച്ചടോ, അനുഭവിച്ചടോ എന്നാണ്. അതാണ് അവർക്ക് ഈ വിഷയത്തിൽ എന്തുണ്ട്? അലാ സബീലി തഖ്രീഇ വത്തൗബീഖി എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. ഇനി സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കുക, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മറവിയാണല്ലോ വിഷയം. നിങ്ങൾ മറന്നു എന്നാണല്ലോ. ഒന്ന് രണ്ട് കാര്യങ്ങൾ, പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഒന്ന്, നിങ്ങൾ മറന്നതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മറവി
മറവി എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രകൃതിയാണ്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണ്, ഒരാൾ മറന്നാൽ അള്ളാഹ് ശിക്ഷിക്കൂലാണ്. ഇവിടെ ഇപ്പം എന്താ പറഞ്ഞത്, നിങ്ങൾ മറന്നതുകൊണ്ട് എന്നാണ്. അപ്പോൾ അവിടെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതെന്ത് മറവിയാണ് ഉദ്ദേശിക്കുന്നത്? മനുഷ്യ പ്രകൃതി തന്നെ മറവിയാണ്. മറവി മനുഷ്യൻ്റെ പ്രകൃതമാണ്. വലഖദ് ഖലഖ്നൽ ഇൻസാൻ, മനുഷ്യനെ നാം പടച്ചു എന്ന് പറയുന്നിടത്ത് പല ഖുർആൻ വ്യാഖ്യാതാക്കളും പറയുന്നുണ്ട്, അവിടെ അൽ ഇൻസാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ആദം അലൈഹിസ്സലാമാണ്. അവിടെ മുതൽക്കാണല്ലോ തുടങ്ങുന്നത്. അപ്പം അൽ ഇൻസാൻ എന്ന പ്രയോഗത്തിൽ പോലും നിസിയാനിൻ്റെ ഒരു ഉദ്ദേശം അതിലുണ്ട് എന്നൊക്കെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. മനുഷ്യ പ്രകൃതമാണെന്ത് മറവി എന്നുള്ളത്. മറക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. മറവി മനുഷ്യ സഹജമാണ്. എങ്കിൽ പിന്നെ എന്തിനാ അള്ളാഹ് ഇതിനെ ശിക്ഷിക്കുന്നു പറയുന്നത്? അതാണ് അതിലെ വ്യത്യസ്ത രീതികൾ നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഇവിടെ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞ് മനുഷ്യ പ്രകൃതിയിൽപ്പെട്ടതാണ് മറവി. അതുകൊണ്ട് തന്നെയാണ് ആ പ്രയോഗത്തിൽ പോലും ആ മറവിയുടെ ഒരു സൂചനയുണ്ട് അൽ ഇൻസാൻ എന്നുള്ളതിൽ എന്ന് ചില ആളുകളൊക്കെ അതിന് തഫ്സീർ പറഞ്ഞിടത്ത് അഭിപ്രായങ്ങളായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൽബ് എന്ന പേരിൽ തന്നെയും കൽബിൻ്റെ ഗുണം ആ ഒരു സൂചന അതിലുണ്ട്. കൽബിൻ്റെ പ്രത്യേകത എന്താ? കൽബ എന്ന് പറഞ്ഞാൽ മാറി മറിയാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് പറയുന്നത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അള്ളാഹുവേ, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്നവനെ. അപ്പം ഞാൻ പറയുന്ന ഓരോ പ്രയോഗങ്ങളിൽ പോലും സൂക്ഷ്മമായ നിലക്ക് പരിശോധിച്ച് നോക്കിയാൽ, ഭാഷാർത്ഥത്തിൻ്റെ പ്രകാരം നോക്കിയാൽ പോലും അതിലൊക്കെ ഒരുപാട് വലിയ തത്വങ്ങളുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കുറേ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളതിൽ കൺഫ്യൂഷൻ ആവാത്ത നിലക്ക് ചില കാര്യങ്ങൾ ചുരുക്കി നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇപ്പോൾ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതത്തിൽ തന്നെ ആദിമ മനുഷ്യൻ തന്നെ മറവി സംഭവിച്ചു കഴിഞ്ഞതാണ്. ഫനസിയ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അല്ലേ? സൂറത്ത് താഹയിലും ഒക്കെ പറയുന്നുണ്ട്. അവിടെ ഫനസിയ, ആദം അലൈഹിസ്സലാം മറന്നുപോയി. അങ്ങനെ ആ നിസിയാൻ പ്രവാചകന്മാരിലേക്ക് ചേർത്ത് പറഞ്ഞ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യരിൽ ഉണ്ടാകുന്നതാണ് മറവി. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതത്തിൽ പോലും ചില ഘട്ടങ്ങളിൽ മറവികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതേത് മറവിയായിരുന്നു എന്ന് നമ്മൾ ശേഷം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു ഏൽപ്പിച്ച ഒരു ദഅവത്ത് സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കലും എന്ത് ചെയ്യൂല, മറക്കൂല. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞതുമാണ്. സനുഖരിഉക ഫലാ തൻസാ, നബിയെ നാം താങ്കൾക്ക് ഓതി കേൾപ്പിച്ചു തരും, ഫലാ തൻസാ, അതിൽ നിങ്ങൾ എന്ത് ചെയ്യൂല, മറക്കൂല. അപ്പം ആ വിഷയത്തിലല്ല, മറ്റു സ്വാഭാവികമായ ചില കാര്യങ്ങളിൽ മനുഷ്യ സഹജമായ നിലക്കുള്ള പ്രകൃതിയിൽപ്പെട്ട ചില മറവികൾ അത് നബിമാരിൽ നിന്നും എന്ത് ചെയ്യാം, സംഭവിക്കാം. അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ ഒരു വസ്വാസം ഉണ്ടാകും, അത് ശരി, അപ്പം നബിമാർക്കും മറവിണ്ടോ? അപ്പോൾ മറവിണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് ഏൽപ്പിച്ച ചിലതൊക്കെ അവർ മറന്നിട്ടുണ്ടാവില്ലേ? ഇല്ല, അത് നമ്മൾ അടിസ്ഥാന അഖീദയാണ്. അള്ളാഹു പറഞ്ഞതാണ്, അവരത്തരം കാര്യങ്ങളിൽ അവർക്ക് നിസിയാൻ, മറവി ഒരിക്കലും സംഭവിക്കുന്നതല്ല. പിന്നെ മാത്രല്ല, മനുഷ്യർക്ക് ഈ പ്രകൃതി അള്ളാഹു തന്നതിൽ ഒരു വലിയ നിഅമത്തുണ്ട് എന്നാണ് ഇത് വിശദീകരിക്കുന്നിടത്തൊക്കെ പല ഉലമാക്കളും പറയുന്നത്. എന്താ കാരണം എന്നറിയോ? മനുഷ്യനൊരു നിഅമത്താണ് ഈ മറവി. ചില കാര്യങ്ങൾ മനുഷ്യൻ മറന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മനുഷ്യൻ്റെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ നാം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും. പേടി തരും, വിശപ്പ് തരും, ശാരീരികമായ വിഷമങ്ങൾ തരും, രോഗങ്ങളാവാം, ഉടയവരുടെ വേർപാടുകളും മരണങ്ങളുമാവാം, സാമ്പത്തിക തകർച്ചയാവാം, ഒട്ടേറെ കാരണങ്ങളാൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന് അള്ളാഹു പറയുന്നുണ്ടല്ലോ. എത്ര പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്നുണ്ട്. മനുഷ്യൻ ഈ കഴിഞ്ഞുപോയ പരീക്ഷണങ്ങളൊക്കെ മറക്കാൻ അവന് സാധിക്കുന്നില്ല. എന്നൊന്നും അവൻ്റെ മനസ്സിലിങ്ങനെ അതിങ്ങനെ ബൈഹാർട്ടായി ഒരിക്കലും മായാത്ത നിലക്ക് ഹൃദയത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? കഴിയോ? ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചാൽ തന്നെ ഒരു 3 ദിവസം കൊണ്ട് ഏകദേശം മനുഷ്യരിൽ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് ഇസ്ലാം എന്ത് നിശ്ചയിച്ചത്? ദുഃഖാചരണം 3 ദിവസം മാത്രം. ആർക്ക്? കുടുംബത്തിലെ സാധാരണക്കാർക്ക്.
ഭർത്താവ് മരിച്ചിട്ടുള്ള വിധവയ്ക്ക് മാത്രം 4 മാസവും 10 ദിവസവും. അത് അതിൻ്റെ പ്രത്യേക കാരണങ്ങളാണ്. ഇതിലെന്താ അടങ്ങിയിട്ട്? ഇത് അള്ളാഹു ചെയ്യുന്നൊരു നിഅമത്താണ്. ഇത് അള്ളാഹ് ചെയ്യുന്നൊരു നിഅമത്താണ്. മനുഷ്യൻ ഇവിടെ അങ്ങനെ മരണത്തെ ചിന്തയും കൂടി ആ മരണം അതേ അവസ്ഥ, ആ മരണ വാർത്ത കേട്ടത് നേരത്തും തുടർന്നുണ്ടായ 2-3 ദിവസങ്ങളിലുമൊക്കെ നമ്മെ അലട്ടിക്കൊണ്ടിരുന്നൊരു മാനസികമായ അവസ്ഥയിൽ തന്നെ കാലാകാലം നമ്മൾ ജീവിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ആരെങ്കിലും ജോലിക്ക് പോവുമോ? എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റുമോ? ഈ ലോകത്തിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമോ? ഒന്നും നടക്കില്ല. നമ്മെ ഏറ്റവും വിഷമിപ്പിച്ച സാമ്പത്തികമായ നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. കോടികൾ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നശിച്ചു പോയിട്ടുണ്ടാകും, ആരെങ്കിലും നമ്മളെ വഞ്ചിച്ചിട്ടുണ്ടാകും. എത്രത്തോളം ആ വേദനകൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. എന്നാൽ ഒരളവോളം നമ്മെ അത് അള്ളാഹു പല ഘട്ടങ്ങളിലും എന്ത് ചെയ്യാണ്? മറപ്പിക്കുകയാണ്. എന്തുകൊണ്ട്? ആ ഒരു കോടിയും ലക്ഷമൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലുള്ള ദുഃഖം ആ നഷ്ടപ്പെട്ട ഏതാനും സമയങ്ങളിലും ദിവസങ്ങളിലും നിലനിന്ന അതേപോലെ നമ്മുടെ കൽബിലെങ്ങാനും നിലനിന്നിരുന്നുവെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? അപ്പൊ ഈ പറഞ്ഞ ഏതൊക്കെ പരീക്ഷണങ്ങളുണ്ടോ, ഏതെല്ലാം കാര്യങ്ങളുണ്ടോ, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ചിലതൊക്കെ മറപ്പിക്കേണ്ടത് അള്ളയാണ് മറപ്പിക്കുകയാണ്. ആ മറവി നമുക്ക് അള്ളാഹു ചെയ്തു തരുന്നത് എന്താണ്? ഒരു നിഅമത്താണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ ചില മറവികൾ എന്താണ്? നിഅമത്താണ്, അനുഗ്രഹങ്ങളാണ്. അതില്ലെങ്കിൽ നമുക്ക് അള്ളാഹു ആ റഹ്മത്ത് തന്നിട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനാവില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വേദനിപ്പിച്ചവരോട് പോലും നമ്മൾ മാപ്പ് കൊടുക്കുന്നില്ലേ? കാരണം അത് മറക്കാനുള്ളൊരു കഴിവ് തരികയാണല്ലോ. അതൊക്കെ മറക്കാനുള്ളൊരു കഴിവ് തരണം. നമ്മെ ഏറ്റവും വേദനിപ്പിച്ച കഠിനമായൊരു ശത്രു, അയാൾ വന്ന് നമ്മളോട് കരഞ്ഞ് മാപ്പിനപേക്ഷിക്കുമ്പോൾ നമ്മളെന്താ എല്ലാം മറക്കുന്നത്? ആ മറവി അല്ലാഹ് തരുന്നതുകൊണ്ടാണ്. കുറേ കാലം കഴിയുമ്പോൾ നമുക്കത് മറക്കാൻ കഴിയുകയാണ്. അത് റബ്ബ് തരുന്നൊരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യുന്നത്. കുറേ കാലമൊന്നും കഴിയണ്ട. 3 ദിവസം പറഞ്ഞു, അതിനും ഒരു അവധി തന്നതാ. ഞാനൊരാളേറ്റ് എന്തെങ്കിലും സംസാരം ഉണ്ടായി, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടായി, എന്തെങ്കിലും വഴക്കുണ്ടായി, തമ്മിൽ തെറ്റിയിട്ട് പിന്നെ എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണേ, നിങ്ങൾ 3 ദിവസത്തിലപ്പുറം പിന്നെ മിണ്ടാതിരിക്കരുത് കേട്ടോ. നിങ്ങൾ കാണുമ്പോൾ, ഒരാൾ കാണുമ്പോൾ അങ്ങോട്ട് പോകുന്നു, ഒരാൾ പോകും ഇങ്ങോട്ട് പോകുന്നു, അവൻ്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി മൊബൈലിൽ നോക്കുന്നു, ഇപ്പുറത്തു കൂടി പോകുന്നു, ഫോണ് വന്ന പോലെ ഇങ്ങനെ ഫോണ് പിടിച്ച് അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ഒക്കെ ലക്ഷ്യം എന്താണെന്നറിയോ? അവൻ്റെ മുഖം കാണാതിരിക്കാൻ. ഒക്കെ പല കോലത്തിൽ ആളുകൾ ചെയ്യും. അപ്പം അങ്ങനെ ഇവനെ കാണുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ദിവസത്തിലപ്പുറം നിങ്ങൾ അങ്ങനെ തെറ്റി നിൽക്കരുത്. 3 ദിവസം ഒരു ചാൻസ് തന്നു. 3 ദിവസം തെറ്റിക്കോളിന്നല്ല, മാക്സിമാണ് പറയുന്നത്. മാക്സിമം 3 ദിവസം അതിലപ്പുറം കൊണ്ടുപോകണ്ട. തമ്മിൽ തെറ്റിയ വേ നന്നായിക്കൊള്ളണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. എന്താ കാരണം? ഇബിലീസ് പണിയെടുക്കും. സമയം വൈകുന്തോറും ഇബിലീസ് പണിയെടുക്കും. ആരോടെങ്കിലും വ്യക്തിപരമായ കാരണങ്ങളാൽ തമ്മിൽ തെറ്റിയോ കുറച്ച് ദിവസം അതിൻ്റെ ഒരു ഇതുണ്ടാവും. കുറച്ച് ദിവസം എന്ന് പറഞ്ഞാൽ വിരലെണ്ണ 5 വിരലുകൊണ്ടും കൂടി ഇല്ല, 3 ദിവസം അള്ളാൻ്റെ റസൂൽ മാക്സിമം പറഞ്ഞു. കഴിഞ്ഞിട്ട് വേഗം പോയിട്ട് സലാം പറയാം. അതിനൊക്കെ വല്ലാത്തൊരു കൽബുറപ്പ് വേണം. ആ കൽബിൻ്റെ അകത്തുള്ള ഒരു ഈമാനിന് ഉറപ്പ് വേണം. വഖൈറുഹുമാ അല്ലദീ യബ്ദഉ ബിസ്സലാം. അവരിൽ യൽതഖിയാനി, അവർ രണ്ടാളും കണ്ടുമുട്ടിയിട്ട് യുഅരിദു ഹാദാ ഇവൻ ഇങ്ങോട്ട് മാറുന്നു, അവൻ ഇങ്ങോട്ട് മാറുന്നു. അതിൽ ഉത്തമനാര്? വഖൈറുഹുമാ, ആ രണ്ടിൽ ഏറ്റവും ഉത്തമൻ അല്ലദീ യബ്ദഉ ബിസ്സലാം,